നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിൻ്റെ അവിടെ നടക്കുന്ന ചില സംഭവങ്ങളാണ്. ഇന്നത്തെ വളരെ ഇൻഫർമേഷൻ തരാനുണ്ട്. അത് ബിഗ് ബോസിന് കൂടി ആയിട്ടുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് അവിടെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പോഴേക്കും അപ്പാനി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പാനി പിടിക്കാനായിട്ട് നോക്കി, പക്ഷേ കിട്ടിയില്ല. നേരെ നിലത്ത് വീണു. എന്നിട്ട് അപ്പോഴേക്കും എല്ലാവരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവന്നു. അപ്പോഴേക്കും ബിഗ് ബോസ് വിളിച്ചു. അപ്പോഴേക്കും ഡോക്ടർ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എല്ലാവരെയും ഹെൽത്ത് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇവർക്കൊക്കെ പ്രഷർ കൂടും, പ്രഷർ ഇറങ്ങും. ഒരുപാട് പ്രോബ്ലങ്ങളുള്ളവരൊക്കെ ഒന്ന് പ്രത്യേകിച്ച് വാച്ച് ചെയ്ത് അവരൊക്കെ ഒന്ന് നിരീക്ഷിച്ച് അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ളവരൊന്നും റിങ്ങിലേക്ക് ഇറക്കാണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലുത്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷോ വരെ ചിലപ്പോൾ നിർത്തി വയ്ക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് ബിഗ് ബോസ് ശ്രദ്ധിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുന്നവർ ആരോഗ്യം, പലരും പല രോഗങ്ങളുള്ളവരാണ്, പലരും ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ലായും അതുപോലെ തന്നെ നാളത്തെ കാര്യം ആലോചിച്ചുള്ള വേവലാതികളും മറ്റന്നാൾ പുറത്താവുക എന്നുള്ള പ്രശ്നങ്ങളും ലാലേട്ടം വരുമ്പോൾ എന്ത് പറയുന്നുള്ള എല്ലാം മത്സരാർത്ഥികൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ മാനസിക പ്രശ്നത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവർക്ക് അവരെ ഹെൽത്ത് എപ്പോഴും പ്രഷർ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നും അവരെ ചെക്ക് ചെയ്ത് അവരെ തൂക്കം നോക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം ബിഗ് ബോസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവരെ ഒരു സീസണപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം ഇന്നലെ വരെ നമ്മൾ എല്ലാ ഫുൾ ചെക്കപ്പ് എല്ലാം കണ്ടീഷനായിട്ട് ഇരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരു ദിവസം കുഴഞ്ഞു വീണ് മരിക്കുക. അപ്പോൾ ഇന്നലെ വരെ ചെക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്തെങ്ങനെ സംഭവിക്കുന്നത് നമുക്കൊരു പിടുത്തമില്ല. ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിൻ്റെയും ആൾക്കാരുടെ ടെൻഷൻ്റെയും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മേൻ്റെയും എല്ലാമൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഹെൽത്തിന് ഇങ്ങനെ എത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കൊല്ലങ്ങളൊക്കെ ജീവിച്ചിരിക്കേണ്ട ആൾക്കാരെ ഹെൽത്ത് ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെയൊക്കെ മരിച്ചു പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഒരു MLA മരിച്ചു കണ്ടില്ലേ, കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ബിഗ് ബോസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടർ സേവനം എപ്പോഴും ഉണ്ടായിരിക്കണം അവിടെ. ദിവസം അവരൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരൊക്കെ റിങ്ങിലേക്ക് ഇറക്കിയാൽ മതി കളിക്കാനായിട്ട്. അതാണ് നല്ലത്. അതുപോലെ വൈകുന്നേരം കിടക്കുമ്പോൾ അവരൊക്കെ പ്രഷറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് സ്ഥിതിയിലാണ് നിൽക്കണമെന്നൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ പിന്നെ സാധാരണ ഉള്ള പോലെ തന്നെ നമുക്ക് ഈ അനീഷ് ആര്യൻ തമ്മിലുള്ളൊരു തല്ലൂട്ടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്കറും ഷാനവാസും തമ്മിലുള്ളൊരു തല്ലൂട്ടം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡുണ്ട്. അതെടുത്ത് എല്ലാവരും ഒളിച്ചു വെച്ച് കഴിക്കുക. തീറ്റക്കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നാണാവില്ലത് മനുഷ്യൻ്റെ തീറ്റക്കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തല്ലൂടാൻ നിൽക്കുന്നത്. ഇത്തിരി പച്ചവെള്ളം കുടിച്ചാലും ഒരു ഗോതമ്പ് ദോശ ഇത്തിരി പഞ്ചസാര ഇട്ട് തിന്നാലും നമുക്കൊരു നേരം കഴിഞ്ഞു പോലും. അത് മതിയല്ലോ. എന്നാലും നല്ല നല്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒളിച്ചു വയ്ക്കാനും തല്ലൂടാനും തിന്നാനൊക്കെ നിൽക്കുന്നത് എച്ചിക്കണക്കത്തൊക്കെ നാട്ടുകാർ കാണുന്നതല്ലേ മിസ്റ്റർ. നിങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ലാലേട്ടൻ എത്ര പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ല. ഈ നിസ്സാര കാര്യത്തിനൊക്കെ അവിടെ കിടന്ന് കണ്ടൻറ് ഇല്ലാണ്ട് കിടന്ന് അടികൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ണമാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ ആഴ്ച ചില പ്രശ്നങ്ങളൊക്കെ നടക്കാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കിൽ ചിലപ്പോൾ 6 പേരെ തിരഞ്ഞെടുക്കണം. ആ 6 പേരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ ഭയങ്കര 6 പേരും മറ്റൊരു പിന്നെ ബാക്കിയുള്ളവർ മറ്റേ വശത്തും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടപ്പരിച്ചിൽ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ബിഗ് ബോസ് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നടക്കട്ടെ. എന്നാലേക്ക് മോഹൻലാൽ ഇവിടെ ലാലേട്ടൻ വന്ന് അവിടെയൊക്കെ ഉപദേശിച്ചു, ഇവരോടൊന്നും വഴക്കൂടരുത്, ഇവരോട് അസഭ്യമായ വാക്കുകൾ പറയരുത് എന്നൊക്കെ പറഞ്ഞുള്ളൂ. നന്നായി ടാസ്ക് കളിക്കുക, നമ്മളൊക്കെ രസിപ്പിക്കുക. അത് നിങ്ങളുടെ കൂടി ഡ്യൂട്ടിയാണ്. ഇതിപ്പോൾ ബിഗ് ബോസിന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. ഇതൊക്കെ ബിഗ് ബോസിൽ അതാത് സമയങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അത് നിങ്ങൾ പൊലിപ്പിച്ച് അതൊക്കെ എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ നിങ്ങളെ നിർത്തണോ അതോ പുറത്താകണോ എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിക്കുക. പ്രേക്ഷകരെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുക. അത് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള എച്ചിത്തരങ്ങൾ പറഞ്ഞിട്ട് തല്ലിടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അലമ്പുണ്ടാക്കാനോ നിന്നിട്ട് ഒരു കാര്യമില്ല. അനീഷും ഇതുപോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ തല്ലിടാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഷാനവാസും കുറേ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ കളിയിൽ ശ്രദ്ധിക്കുക. കളിയിൽ മൈൻഡ് ഗെയിമായിട്ട് നിങ്ങൾ കളിക്കുക. അതാണ് വേണ്ടത്. പിന്നെ കാലത്ത് നമ്മുടെ രേണു സുധീരെ ഒരു പൊറോട്ട നാടകമൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇപ്പോൾ അടുത്ത വിഷനിൽ പുറത്താവുമോ എന്നുള്ള പേടിന് അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പൊറോട്ട നാടകം
കൺവെൻഷൻ റൂമിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ശനി ഞായർ ലാലേട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് പ്രേക്ഷകർക്കുണ്ട്. എന്തായാലും ഓൺലൈനിലെങ്കിലും കാണാമല്ലോ. അതുപോലെ തന്നെ അപ്പാനിയെ നമ്മളിപ്പോൾ ഇവിടെ ഹൗസിലുള്ള എല്ലാവരും കൂടി തിരഞ്ഞെടുത്തിട്ട് ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. അപ്പോൾ ആര്യൻ്റെ ക്യാപ്റ്റൻ വളരെ പരാജയമായിരുന്നു. അതുപോലെ തന്നെ കാലമൊന്നു പോയാലും പൂച്ചയുടെ സ്വഭാവം മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ആര്യൻ്റെ സ്വഭാവം ഇപ്പോൾ മലയാള പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇവൻ ലോക ഉടായ്പാണ്. ഇവൻ ഇരിക്കുന്ന പരിപാടിയൊക്കെ ഒരുപാട് കള്ളത്തരങ്ങളും തട്ടിപ്പും എല്ലാം ഉണ്ട്. മൈൻഡ് ഗെയിം കളിക്കാനും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കളിക്കുന്നവരെ കൂടി മൂപ്പര് വിഡ്ഢികളാക്കാനുള്ള ഒരു പരിപാടിയാണ്. ചെരുപ്പ് എടുത്തെറിയുക, തലോണ എടുത്തെറിയുക, തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, ഇതെല്ലാം ഈ ലാലേട്ടൻ പറഞ്ഞ അന്ന് മുതൽ നിങ്ങൾക്ക് നിർത്താൻ നല്ലത്. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ്, അവിടെയുള്ള ജീവിതത്തിനും നല്ലതാണ്. എന്തെങ്കിലും 10 ദിവസം കൂടുതൽ നിന്നാൽ ഞം പറഞ്ഞിട്ട് കടല പഠിക്കാനുള്ള കാശ് കിട്ടും. അതിന് നിങ്ങൾ അവിടെ തട്ടിക്കൂട്ടി നിൽക്കുക. അവിടെ നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല 2 മത്സരാർത്ഥികൾ നമ്മുടെ ആര്യയും നൂറിയാണ്. അവർ എത്ര ഡീസൻ്റായ കുട്ടികൾ. സമ്മതിക്കാം നമുക്ക്. അതുകൊണ്ട് അവർക്കായിരിക്കട്ടെ ഇന്നത്തെ ഒരു ബിഗ് സല്യൂട്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.